നമസ്കാരം. സംസ്ഥാനത്ത് ഏറ്റവും സുതാര്യമായും മാതൃകാപരമായും സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നിയമനം നടത്തേണ്ട ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ അടിമുടി ബന്ധുനിയമനവും അഴിമതിയും നടക്കുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. PSC ചെയർമാനും അംഗങ്ങൾക്കും ഇടതുപക്ഷ നേതാക്കൾക്കും വേണ്ടപ്പെട്ടവരെ റാങ്ക് പട്ടികകൾ അപ്പാടെ അട്ടിമറിച്ച് പിൻവാതിലൂടെ തിരികെ കയറ്റിയതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PSCയുടെ തന്നെ റാങ്ക് പട്ടിക നിലനിൽക്കെയാണ് 10 ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലെ നിയമനം PSCക്ക് വിടാതെ കരാർ നിയമനങ്ങളാക്കി മാറ്റി വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ച് നൽകിയത്. ഇതിൽ നിയമനം ലഭിച്ചവരുടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അഴിമതിയുടെ ആഴം വ്യക്തമാകുന്നത്. എന്തായാലും ലിസ്റ്റ് എടുക്കുമ്പോൾ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും നീണ്ട നിരയാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം പരിശോധിക്കാം. ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യ, PSC ചെയർമാന്റെ സ്വന്തം ഡ്രൈവറുടെ ഭാര്യയാണ് ഈ വഴിവിട്ട നിയമനത്തിലൂടെ ഓഫീസ് അറ്റൻഡന്റായി ജോലിയിൽ പ്രവേശിച്ച ഒരാൾ. പിന്നെ മുൻ ഗൺമാന്റെ അളിയനുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ പ്രതിഷേധക്കാർക്കെതിരെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ പ്രതിയാക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഭാര്യ സഹോദരൻ അഥവാ അളിയനും നിയമനം ലഭിച്ച മറ്റൊരു പ്രമുഖനാണ്. ക്യാൻറ്റീൻ ജീവനക്കാരനും PSCയിൽ നിന്ന് ശമ്പളമുണ്ട്. CPM പ്രവർത്തകനായ കോഴിക്കോട് സ്വദേശിക്ക് LDF സർവീസ് സംഘടന ഭരിക്കുന്ന സൊസൈറ്റിക്ക് കീഴിലെ ക്യാൻറ്റീനിലാണ് ജോലി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇയാളെ ഓഫീസ് അറ്റൻഡന്റുമാരുടെ പട്ടികയിൽപ്പെടുത്തി മാസം തോറും കൃത്യമായ ശമ്പളം നൽകുന്നത് PSC നേരിട്ടാണെന്നുള്ളതാണ് വിചിത്രമായ സംഗതി. മറ്റൊരാൾ സൊസൈറ്റി നേതാവിന്റെ കുടുംബമാണ്. സഹകരണ സൊസൈറ്റിയിലെ LDF യൂണിയൻ നേതാവിന്റെ സഹോദരിയുടെ മകനെ PSCയിൽ ഡ്രൈവറായും ഇതേ നേതാവിന്റെ സഹോദരന്റെ മകനെ ഓഫീസ് അറ്റൻഡന്റായും യാതൊരു മാനദണ്ഡവുമില്ലാതെ തിരികെ കയറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, പാർട്ടി പത്രത്തിലെ ജീവനക്കാരന് ഇരട്ട ശമ്പളമാണ്. CPM മുഖപത്രത്തിലെ ജീവനക്കാരന് അധിക സഹായം എന്ന നിലയിൽ PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ ലേഔട്ട് ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. PSCയിലെത്തി ജോലി ചെയ്യുന്ന ഇയാൾക്ക് പ്രതിമാസം 22,000 രൂപയാണ് പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റാങ്ക് പട്ടിക നിലവിലുണ്ടായിട്ടും അട്ടിമറികൾ ധാരാളം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉത്തരവുകളൊക്കെ കാച്ചിൽ പറത്തിയാണ് റാങ്ക് പട്ടിക നിലവിലുണ്ടായിട്ടും ഈ അട്ടിമറി നടക്കുന്നത്. PSCയിലേക്ക് ഓഫീസർ അറ്റൻഡന്റുമാരെ നിയമിക്കാൻ റാങ്ക് പട്ടിക നിലവിലിരുന്നിട്ടും 9 വർഷത്തോളമായി മുൻപ് വേണ്ടപ്പെട്ടവരെ കരാർ ജീവനക്കാരായി നിയമിച്ചാണ് ഈ തട്ടിപ്പ് തുടരുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് പൊതുറാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടും ഇതിൽ നിന്ന് നിയമനം നടത്താൻ PSC തയ്യാറായിട്ടില്ല. കരാർ നിയമനങ്ങളാണെങ്കിൽ പോലും അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള പട്ടിക വാങ്ങി വേണമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് PSC തന്നെ അത് കാച്ചിൽ പറത്തി സ്വന്തക്കാരെ നിയമിക്കുന്നത്. പകരമായി ഇവർക്ക് ഓരോ വർഷവും കരാർ പുതുക്കി നൽകുകയാണ് പതിവ്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികളും ജീവനക്കാരും നിരവധി പരാതികൾ നൽകിയിട്ടും PSC ചെയർമാനോ അംഗങ്ങളോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത്തരം ഉന്നതരുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ചില സെക്ഷനുകൾ അടക്കി ഭരിക്കുന്നത് പോലും ഈ കരാർ ജീവനക്കാരാണെന്ന ആക്ഷേപവും ശക്തമാണ്. അതുപോലെ തന്നെ ഈ PSC യോഗത്തിൽ ഇതിനെതിരെ മുൻപ് ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ഒതുക്കാൻ പ്രത്യേക അജണ്ടകൾ തന്നെ ചിലർ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ ആകെ ഒപ്പമുള്ള 16 അംഗങ്ങളും LDF നോമിനികളാണ്. അതിനാൽ യോഗങ്ങളിൽ യാതൊരുവിധ എതിരഭിപ്രായവും ഉയരാറില്ല. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും പരസ്പര ധാരണ പ്രകാരമാണ് നടക്കുന്നത്. നിലവിൽ 5 PSC അംഗങ്ങളുടെ ഒഴിവുണ്ടെങ്കിലും ഭരണമാറ്റത്തെ തുടർന്ന് UDF സർക്കാരാണ് ഇത് നികത്തേണ്ടതെന്നതിനാൽ നടപടികൾ ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ രാത്രി പകലില്ലാതെ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് കാത്തിരിക്കുമ്പോഴാണ് അധികാരത്തിന്റെ തണലിൽ പിൻവാതിൽ വഴി സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ അഴിമതി മാമാങ്കം ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കുന്ന PSC അംഗങ്ങൾ തന്നെ നടത്തുന്നത് എന്ന് പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്.